വേനലവധി കഴിഞ്ഞ് സംസ്ഥാനത്തെ സ്കൂളുകൾ തുറന്നപ്പോൾ 4 ലക്ഷത്തിലധികം കുരുന്നുകളാണ് പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളുകളിലേക്ക് എത്തിയത്. കുട്ടികളെ വരവേൽക്കുന്നതിനായി എല്ലാ സ്കൂളുകളിലും വിപുലമായ രീതിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരുന്നു. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് നിർവഹിച്ചു. രണ്ടായിരത്തി 16-17 അധ്യയന വർഷത്തിന് തുടക്കമായപ്പോൾ 4 ലക്ഷത്തിലധികം കുരുന്നുകളാണ് സ്കൂളുകളിൽ ആദ്യാക്ഷരത്തിന്റെ മധുരം നുകരാനായി എത്തിയത്. നവാഗതരെ സ്വീകരിക്കാനായി വിപുലമായ രീതിയിലാണ് സ്കൂളുകളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരുന്നത്. മധുരം നൽകിയും പൂക്കൾ വിതരണം ചെയ്തും അക്ഷരത്തൊപ്പി അണിയിച്ചും പായസം വിതരണം ചെയ്തും പുതിയ കുട്ടികളെ അധ്യാപകരും മുതിർന്ന കുട്ടികളും ചേർന്ന് ആനയിക്കുകയായിരുന്നു. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന് വേദിയായത് തിരുവനന്തപുരത്തെ പട്ടം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നു. മനോഹരമായ പ്രവേശനോത്സവ ഗാനത്തിന്റെ നൃത്താവിഷ്കാരമായിരുന്നു ഇവിടെ കുട്ടികളെ വരവേറ്റത്. മേയർ വി കെ പ്രശാന്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാഭ്യാസത്തിൽ പല നിർവചനങ്ങളും കൂട്ടിച്ചേർത്ത് ഒരു നല്ല നിർവചനം എന്ന രീതിയിൽ ഞാൻ പറയാറുള്ളത് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്ന സാമൂഹിക പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്നാണ്. ഈ സങ്കല്പം എല്ലാവരുടെയും മനസ്സിലുണ്ടായാൽ മതി. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി പഞ്ചായത്ത് തലങ്ങളിലും വൈവിധ്യമാർന്ന പരിപാടികൾ ഒരുക്കി പ്രവേശനോത്സവം ശ്രദ്ധേയമാക്കി. കളിയും ചിരിയും അറിവും പഠനവുമായി മറ്റൊരു അധ്യയന വർഷം കൂടി. ഇനി സ്കൂൾ മുറ്റത്ത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സ്കൂൾ പ്രവേശനോത്സവം മധ്യകേരളത്തിലും വർണ്ണാഭമായി. അറിവിന്റെ ലോകത്തേക്ക് പിച്ചവയ്ക്കുന്ന കുരുന്നുകളെ സമ്മാനങ്ങളും മധുരവും നൽകിയാണ് അധ്യാപകർ വരവേറ്റത്. പുത്തനുടുപ്പണിഞ്ഞ് പുത്തൻ കുടയും ബാഗുമായി രക്ഷിതാക്കളുടെ കൈപിടിച്ച് വിദ്യാലയമുറ്റത്തെത്തിയപ്പോൾ പലർക്കും പല ഭാവമായിരുന്നു. ചിലർക്ക് അങ്കലാപ്പ്, ചിലർക്ക് സങ്കടം, മറ്റു ചിലർക്ക് ആഹ്ലാദം. അപരിചിതരായ കൂട്ടുകാരെ കണ്ടപ്പോൾ പലരും കണ്ണെടുക്കാതെ കൗതുകത്തോടെ പരസ്പരം നോക്കി. മലയാളത്തിൽ പേരെന്തെന്ന് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതിരുന്ന കൊച്ചുമിടുക്കിയോട് ഹിന്ദിയിൽ പേര് ചോദിച്ചപ്പോൾ ഉഷാറായി മറുപടി വന്നു. കൂട്ടത്തിൽ ഇതര സംസ്ഥാന കുരുന്നുകളുമുണ്ടെന്ന് അപ്പോഴാണ് മനസ്സിലായത്. അമ്മ ക്ലാസ്സിൽ തനിച്ചാക്കി പോയ സങ്കടം ചിലർ മറച്ചുവെച്ചില്ല. സമ്മാനപ്പൊതിയോടൊപ്പം മധുരം നൽകിയാണ് അധ്യാപകർ നവാഗതരെ ക്ലാസ്സിലേക്ക് ആനയിച്ചത്. ലഡ്ഡു കയ്യിലിരിക്കുന്നത് കൊണ്ടായിരിക്കണം ക്ലാസ്സിലെത്തിയ മിക്കവരും സന്തുഷ്ടരായിരുന്നു. ഒപ്പം ക്ലാസ് ടീച്ചർക്ക് സുപ്രഭാതവും നേർന്നു. ടീച്ചർ ഓരോരുത്തരെയായി പേര് വിളിച്ചപ്പോൾ വിദ്യാർത്ഥികൾ അച്ചടക്കത്തോടെ ഹാജർ പറഞ്ഞു. അതോടെ 1ാം ക്ലാസുകൾ സജീവമായി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അടച്ചുപൂട്ടൽ ഭീഷണിയുടെ നിഴലിലും മാലാപ്പറമ്പ് AUP സ്കൂളിലെ പ്രവേശനോത്സവം ഒരു നാടിന്റെ ആഘോഷമായി മാറി. സ്കൂൾ സംരക്ഷണ സമരസമിതിയുടെ നേതൃത്വത്തിലാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. പായസവും മിഠായി വിതരണവും നടത്തി 15 വിദ്യാർത്ഥികളെയാണ് ഇത്തവണ പുതുതായി സ്കൂളിലേക്ക് വരവേറ്റത്. വിദ്യാർത്ഥികൾക്ക് മെഴുകുതിരിയിൽ അക്ഷരദീപം പകർന്നു നൽകിയാണ് ഈ അധ്യയന വർഷത്തെ പ്രവേശനോത്സവം മാലാപ്പറമ്പ് AUP സ്കൂളിൽ ആഘോഷിച്ചത്. സ്കൂൾ അടച്ചുപൂട്ടണമെന്ന ഹൈക്കോടതി ഉത്തരവിന്മേലുള്ള ആശങ്ക അവസാന ദിവസം വരെ ഉണ്ടായിരുന്നുവെങ്കിലും വിപുലമായ ആഘോഷ പരിപാടികളാണ് വിദ്യാർത്ഥികൾക്കായി സ്കൂൾ സംരക്ഷണ സമിതി ഒരുക്കിയിരുന്നത്. 58 കുട്ടികളാണ് ഈ അധ്യയന വർഷം മാലാപ്പറമ്പ് AUP സ്കൂളിൽ പഠിക്കുക. 15 കുട്ടികൾ പുതുതായി സ്കൂളിൽ പഠിക്കാനെത്തിയിട്ടുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് 8 പേരാണ് ഇത്തവണ പ്രവേശനം നേടിയത്. കവി രമേശ് കവിൽ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പൂട്ടാതിരിക്കാനുള്ള സമരവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്ന് സമരസമിതി കൺവീനർ അഡ്വക്കേറ്റ് ജയദീപ് പറഞ്ഞു. ഇത്രയും പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിൽ പോലും കുട്ടികൾ വന്നിട്ടുള്ളത് ഞങ്ങൾക്ക് എന്തെന്നാലും സന്തോഷമുണ്ട്, ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഞങ്ങൾ ഉന്നയിക്കുന്ന വിഷയം അല്ലെങ്കിൽ ഇഷ്യൂ എന്തിനായാലും ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്നാൽ ആശങ്കകളൊന്നുമില്ലാതെ പായസവും മിഠായിയും കഴിച്ച് വിവിധ വർണ്ണങ്ങളുടെ ബലൂണുകളുമായി പുതിയ കൂട്ടുകാരെ കിട്ടിയ സന്തോഷത്തിലാണ് കുരുന്നുകുട്ടികൾ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പരവൂർ വെടിക്കെട്ട് ദുരന്തത്തിൽ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ട സഹോദരങ്ങൾ ആദ്യ ദിനം തന്നെ സ്കൂളിലെത്തി. നെടുങ്ങോലം ഗവൺമെന്റ് സ്കൂളിലാണ് കൃഷ്ണയും കിഷോറും പഠിക്കുന്നത്. അതേസമയം ഇരുവരുടെയും പഠന ചിലവ് സർക്കാർ ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഒരു നടപടിയും ഇതുവരെ ഉണ്ടായില്ല. അച്ഛന്റെയും അമ്മയുടെയും ഓർമ്മകൾക്ക് മുന്നിൽ ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ച ശേഷമാണ് ഇരുവരും സ്കൂളിലേക്ക് ഇറങ്ങിയത്. വെടിക്കെട്ട് ദുരന്തം നൽകിയ ആഘാതം ഉള്ളിലൊതുക്കി മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെയും അനുഗ്രഹം അവർ വാങ്ങി.
നെടുങ്ങോലം സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ കൃഷ്ണയ്ക്കും 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ കിഷോറിനും ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ മാത്രമാണ് കൈമുതൽ. GHS നെടുങ്ങോലത്താണ് പഠിക്കുന്നത്. ഞാൻ 1ാം ക്ലാസ് തൊട്ട് അവിടെ തന്നെ പഠിക്കാൻ തുടങ്ങിയത്. ഇഷ്ടപ്പെട്ട വിഷയം ബയോളജിയാണ്. ഞാൻ 2 മാസത്തെ വെക്കേഷൻ കഴിഞ്ഞ് കൂട്ടുകാരെ കാണുന്ന സന്തോഷവും ഉണ്ട്, വിഷമവും ഉണ്ട്. ഇരുവരെയും എത്ര ബുദ്ധിമുട്ടിയായാലും അവർ ആഗ്രഹിക്കുവോളം പഠിപ്പിക്കാനാണ് തീരുമാനമെന്നും എന്നാൽ ഇരുവരുടെയും പഠന ചെലവ് സർക്കാർ ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് മുത്തശ്ശി പരാതിപ്പെട്ടു. അവരറിയേണ്ട ആവശ്യമില്ല, അവർ പഠിക്കട്ടെ. സർക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ്, അവർ എത്ര വേണമെങ്കിലും പഠിപ്പിക്കാമെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇതുവരെ അവർ മുമ്പോട്ടൊന്നിനും വന്നിട്ടില്ല. വീട് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഒന്നിനും അവർ വന്നിട്ടില്ല. പരവൂർ ദുരന്തത്തിൽ അച്ഛനെയോ അമ്മയോ നഷ്ടപ്പെട്ട കുട്ടികളും ഇന്ന് എല്ലാ ദുഃഖങ്ങളും മറന്ന് സ്കൂളുകളിലേക്ക് പ്രതീക്ഷകളോടെ പോയി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലം മുഖത്തലയിൽ സ്കൂളിലെ തൂൺ തകർന്നു വീണ വിദ്യാർത്ഥി മരിച്ചു. മുഖത്തല സ്വദേശികളായ രവീന്ദ്രൻ, ബിന്ദു ദമ്പതികളുടെ മകൻ നിശാന്താണ് മരിച്ചത്. മുഖത്തല MGTGS സ്കൂളിലെ പഴക്കമുള്ള 2 കെട്ടിടങ്ങളുടെ ഇടയിലുള്ള തൂൺ ഇടിഞ്ഞു വീണ് ഇതിനിടയിൽപ്പെട്ട നിശാന്തിനെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഉടൻ തന്നെ നിശാന്തിനെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ സ്കൂളിലെത്തി അപകടസ്ഥലം സന്ദർശിച്ചു. അധ്യയന വർഷത്തിന്റെ ആദ്യ ദിവസം ഓട്ടോ അപകടത്തിൽപ്പെട്ട് വിദ്യാർത്ഥിനി മരിച്ചു. കോഴിക്കോട് ചെറുവണ്ണൂർ സെന്റ് ഫ്രാൻസിസ് സ്കൂളിലെ UKG വിദ്യാർത്ഥിനി നുജ നസ്രയാണ് മരിച്ചത്. രാവിലെ 8 മണിയോടെ ചെറുവണ്ണൂരിലാണ് അപകടം നടന്നത്. സ്കൂളിലേക്ക് പോകാനായി വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷ എതിരെ വന്ന ബൈക്കിനെ ഇടിക്കാതിരിക്കാനായി വെട്ടിച്ചു മാറ്റുകയായിരുന്നു. അപകടത്തിൽ തലയ്ക്ക് പരിക്കേറ്റ നുജ നസ്രയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നെങ്കിലും വൈകുന്നേരത്തോടെ മരണം സംഭവിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായ ക്ഷതമേറ്റതിനെ തുടർന്നുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് മരണകാരണം. ഓട്ടോ ഡ്രൈവർക്കും മറ്റ് 4 വിദ്യാർത്ഥികൾക്കും നിസ്സാര പരിക്കുകൾ മാത്രമാണുള്ളത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മെഡിക്കൽ പ്രവേശന പരീക്ഷാഫലം വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചു. 1,04,787 പേർ യോഗ്യത നേടി. 1ാം റാങ്ക് കണ്ണൂർ സ്വദേശി മുഹമ്മദ് മുനവറിനും 2ാം റാങ്ക് ചെന്നൈ സ്വദേശി ലക്ഷൻ ദവിനും 3ാം റാങ്ക് എറണാകുളം സ്വദേശി ബെൻസൺ എൽദോയ്ക്കും ലഭിച്ചു. വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് ആരോഗ്യമന്ത്രി KK ശൈലജയ്ക്ക് കോപ്പി നൽകിയാണ് ഫലം പ്രസിദ്ധീകരിച്ചത്. 1 മുതൽ 10 വരെ റാങ്കുകൾ ഇപ്രകാരം: മുഹമ്മദ് മുനവർ VV, ലക്ഷൻ ദേവ് B, ബെൻസൺ ജേക്ക്, റമീസ ജഹാൻസ, കെവിൻ ജോയ്, അജയ് S. നായർ, ആസിഫ് മോഹൻ K, ഹരികൃഷ്ണൻ K, അലീന അഗസ്റ്റിൻ, നിഹാല A. SC വിഭാഗത്തിൽ ബിപിൻ G. രാജന് 1ാം റാങ്കും അരവിന്ദ് രാജന് 2ാം റാങ്കും ലഭിച്ചു. ST വിഭാഗത്തിൽ കാസർഗോഡ് സ്വദേശിനി മേഘന വിക്കാണ് 2ാം റാങ്ക്. MBBS BDS കോഴ്സുകളിലേക്ക് 1ാം ഘട്ട അലോട്ട്മെന്റ് ജൂലൈ 15 മുൻപായി നടക്കും. 2ാം ഘട്ട അലോട്ട്മെന്റ് ഓഗസ്റ്റ് 22 മുൻപും നടക്കും. പ്രവേശനം പൂർത്തിയാക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 31. കുട്ടികൾ കുറവുള്ളതിന്റെ പേരിൽ ഒരു സ്കൂളും അടച്ചുപൂട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. സ്കൂളാണ്. ഒരു കുട്ടി ആയാലും പഠിച്ചാൽ അത് ഈ സമൂഹത്തിന് നേട്ടമാണെന്നാണ് കണക്ക്. അവിടെ സാമ്പത്തിക ലാഭനഷ്ടമല്ല. ഈ മാസം മധ്യത്തോടെ പാഠപുസ്തകങ്ങൾ സ്കൂളുകളിൽ എത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മെഡിക്കൽ എൻട്രൻസിൽ 1ാം റാങ്ക് കിട്ടിയ സന്തോഷത്തിലാണ് മുഹമ്മദ് മുനവറും കുടുംബവും. കണ്ണൂർ പേർളശ്ശേരി ഗവൺമെന്റ് AKG ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മുനവർ +2 പഠനം പൂർത്തിയാക്കിയത്. സർക്കാർ സ്കൂളിൽ പഠിച്ച ഈ മിടുക്കൻ A+ നേടിയാണ് SSLCയും +2വും പൂർത്തിയാക്കിയത്. കോയോട് ബൈത്തുൽ സലാം വീട്ടിൽ മുഹമ്മദ് അലിയും നദീറ ടീച്ചറും അഭിനന്ദനം അറിയിക്കാനെത്തുന്നവരെ സ്വീകരിക്കാനുള്ള തിരക്കിലാണ്. മുഹമ്മദ് മുനവർ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ 1 മുതൽ 10 വരെ റാങ്ക് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയതിന്റെ ആഹ്ലാദം പങ്കുവയ്ക്കുകയാണ്. ഡൽഹിയിൽ ഉന്നത വിദ്യാഭ്യാസം നേടണമെന്നാണ് മുനവറിന്റെ ആഗ്രഹം. ഇപ്പോൾ വളരെയധികം സന്തോഷം. 10ാം റാങ്കിനുള്ളിൽ പ്രതീക്ഷിച്ചിരുന്നു. അഥവാ ഡൽഹി MCക്ക് കിട്ടുകയാണെങ്കിൽ അവിടെ പോകാനാണ് ഇഷ്ടം. കഴിഞ്ഞ തവണ 1144ാം റാങ്ക് ലഭിച്ചിട്ടും മെഡിക്കൽ കോളേജിൽ സീറ്റ് ലഭിക്കാത്തതിൽ ഉണ്ടായ വിഷമം മകന് 1ാം റാങ്ക് ലഭിച്ചതോടെ മുഹമ്മദ് അലിക്ക് മാറിക്കിട്ടി. മകന്റെ വിജയത്തിൽ അതീവ സന്തോഷിക്കുന്നു. മകന് ആദ്യ തവണ 1344 റാങ്ക് ഉണ്ടായിരുന്നു. കാരണം ഇവിടെ 16 മെഡിക്കൽ കോളേജുണ്ട്. സമുദായത്തിന് പേര് പറഞ്ഞുള്ള പാർട്ടികളുണ്ട്. എന്നിട്ടും പിന്നോക്കാവസ്ഥ പരിഹരിക്കാമെന്ന് ബോധിപ്പിച്ച പാർട്ടിക്കാർ തന്നെ പിന്നോക്ക വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് സീറ്റ് കൊടുക്കുന്നില്ല. ഉമ്മ നദീറയും സഹോദരി ആയിഷയും മുനവറിന്റെ റാങ്കിൽ ഏറെ ആഹ്ലാദത്തിലാണ്. ചെറുപ്പം മുതൽ സർക്കാർ സ്കൂളുകളിൽ മലയാളം മീഡിയമാണ് മുനവർ പഠിച്ചത്. +2വിന് പേർളശ്ശേരി AKG ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും മുഴുവൻ വിഷയത്തിലും മുഴുവൻ മാർക്ക് നേടി A+ നേടിയിട്ടുണ്ട് ഈ മിടുക്കൻ. മകനെ തേടിയെത്തിയ റാങ്കിന്റെ നിറവിലാണ് കുടുംബം. മുനവറിന്റെ വീട്ടിൽ നിന്നും ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. കോഴിക്കോട് മൂഴിക്കലിൽ കനത്ത മഴയിൽ മതിലിടിഞ്ഞു വീണ വീട് തകർന്നു. സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിന്റെ മതിലിടിഞ്ഞു വീണാണ് മൂഴിക്കലിലെ മൊയ്തീന്റെ വീട് തകർന്നത്.
ചേലവൂർ മൂഴിക്കലിലെ മൊയ്തീന്റെ വീടിന് മുകളിലേക്ക് കഴിഞ്ഞ ദിവസം രാത്രി പെയ്ത കനത്ത മഴയിലാണ് സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിന്റെ മതിലിടിഞ്ഞു വീണത്. 5 മീറ്റർ ഉയരമുള്ള മതിലിന്റെ 30 മീറ്ററോളം തകർന്ന് വീണ് വീടിന് സാരമായ കേടുപാടുകൾ പറ്റി. വീടിന്റെ മേൽക്കൂര തകർന്ന് ചുവരുകളിൽ വിള്ളൽ വീണു. വീടിന്റെ മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന പുതിയ ബൈക്ക് പൂർണ്ണമായും തകർന്നു. ഒരൊച്ച കേട്ടതാണ്. അപ്പം പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഒന്നായിട്ട് പുരൻ്റെ മുകളിലേക്ക് ഇത് വീണ് നമ്മളകത്തൊക്കെ പിന്നെ ഓടൊക്കെ വീണ് ചുമര് പൊട്ടി. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി, അതിനകത്തേക്ക് നിൽക്കാൻ കഴിയാതെ. സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിന്റെ മതിലിനോട് ചേർന്ന് കഴിഞ്ഞ മാസം റോഡ് നിർമ്മാണത്തിനായി ഉണ്ടാക്കിയ കുഴിയിൽ വെള്ളം കെട്ടി നിന്നാണ് മതിൽ തകർന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. അധികൃതർ സ്ഥലത്തെത്തിയെങ്കിലും നഷ്ടപരിഹാരം നൽകാൻ കഴിയില്ലെന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഉദ്യോഗസ്ഥർ തൊഴിലാളികളുമായി എത്തി വീണ്ടും മതിൽ കെട്ടാൻ ശ്രമിച്ചെങ്കിലും നാട്ടുകാർ തടഞ്ഞു. നഷ്ടപരിഹാരം നൽകുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മൊയ്തീൻ ചെലവൂർ വില്ലേജ് ഓഫീസർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൊല്ലം ഇരവിപുരത്ത് തീരസംരക്ഷണത്തിൽ നിർമ്മിച്ച ചെറി പുലിമുട്ട് തകർന്നു. അശാസ്ത്രീയമായ നിർമ്മാണമാണ് പുലിമുട്ട് തകരാൻ കാരണമെന്ന് തീരവാസികൾ ചൂണ്ടിക്കാട്ടി. അതേസമയം കൊല്ലം ബീച്ചിൽ കടൽക്കയറ്റം ശക്തമായതിനെ തുടർന്ന് വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. കൊല്ലം കാക്കത്തോപ്പ് മുതൽ താന്നി വരെയുള്ള തീരസംരക്ഷണം ലക്ഷ്യമിട്ട് മദ്രാസ് IIT-യുടെ നിർദ്ദേശപ്രകാരമാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ചെറുപുലിമുട്ടുകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയ നിർമ്മാണം എങ്ങും എത്തിയില്ലെന്ന് മാത്രമല്ല, അശാസ്ത്രീയമായി നിർമ്മിച്ച പുലിമുട്ടുകൾ തകർന്നു. വീടുകളുടെ അസ്ഥിവാരത്തിന് പോലും ഉപയോഗിക്കാൻ കഴിയാത്ത പാറക്കഷ്ണങ്ങൾ കൊണ്ടാണ് പുലിമുട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നതെന്ന് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ ചൂണ്ടിക്കാട്ടി. കടലടി തുടങ്ങിയില്ല, അതിനു മുമ്പ് തന്നെ പുളിമുട്ട് പാതിയും പോയി. അത് ഈ 1/2 കിലോ 3/4 കിലോ പാറ വെയിറ്റുള്ള പാറ ഇവിടെ കൊണ്ടിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. വീട്ടിന് അടിസ്ഥാന ഘടന പോലും ഈ സൈസ് പാറയൊന്നും കൊണ്ടിട്ട് കെട്ടത്തില്ല ആൾക്കാർ. അത്രയ്ക്ക് ചെറിയ കല്ലുകളാണ് കൊണ്ടിട്ട് അടിസ്ഥാനം കെട്ടിയിരിക്കുന്നത്. കല്ല് വളരെ ചെറുതായി പോയി. കല്ല് ഏറ്റവും ഭീമമായ കല്ലടിക്കെങ്കിലും ഈ മുട്ടെന്ന് പറയുന്ന സാധനം ഇവിടെ ഇരിക്കും. പഠിക്കുന്ന ഞങ്ങളെ പൊടി മക്കളെയും പറക്കിക്കെട്ട് ഞങ്ങൾക്ക് പോകാൻ ഒരു വഴിയുമില്ല. സർക്കാർ തരുന്ന ഫ്ലാറ്റിൽ പോകാനും ഒക്കത്തില്ല. പൊട്ടി ഒഴിക്കുന്ന ഫ്ലാറ്റിൽ എങ്ങനെ പോകും ഞങ്ങൾ? ഈ ചെറു പുലിമുട്ടുകളെന്ന് പറഞ്ഞ് ഇവിടെ ചെറു പുലിമുട്ടുകൾ ഇടുന്നുണ്ട്. വെറും നിസ്സാരമായ ചെറിയ കല്ലുകൾ കൊണ്ട് ഈ അടിക്കുന്ന തിരുമാലകളെ പോലും നിഷ്പ്രയാസത്തിൽ അത് വെറും പേപ്പർ കഷ്ണങ്ങൾ പോലെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. 4 കിലോമീറ്റർ വരെയുള്ള തീരം പോലും സംരക്ഷിക്കാൻ ഇന്നത്തെ ശാസ്ത്രലോകം വികസിച്ചിട്ടില്ലേ എന്നാണ് തീരവാസികൾ ചോദിക്കുന്നത്. അതേസമയം കടൽ കയറ്റം ശക്തമായതിനെ തുടർന്ന് കൊല്ലം ബീച്ചിൽ വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ആഗോളതാപനവും മറ്റു പ്രശ്നങ്ങളും കാരണം സമുദ്രത്തിന്റെ ജലനിരപ്പ് കൂടി വരികയും കടലാക്രമണം രൂക്ഷമാവുകയും കേരളത്തിന്റെ തീരം ചെറുതായി വരികയും ചെയ്യുന്നു. ഒപ്പം തീരവാസികളുടെ ആശങ്കയും കൂടുന്നു. കൊല്ലത്ത് നിന്ന് ക്യാമറാമാൻ പ്രമോദ് പന്തിയോടിനൊപ്പം രാജ്കുമാർ. വയനാട് ജില്ലാ ഖാസിയായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെ നവമാധ്യമത്തിലൂടെ മോശമായി ചിത്രീകരിച്ചുവെന്ന് കാണിച്ച യുവാവിനും കുടുംബത്തിനും പള്ളി കമ്മിറ്റിയുടെ ഊരുവിലക്കെന്ന ആക്ഷേപം. വയനാട് അമ്പലവയൽ ആനപ്പാറ കൂരിമണ്ണിൽ മേലേമണ്ണിൽ ലബീബിനും കുടുംബത്തിനുമാണ് കമ്മിറ്റി വിലക്ക് ഏർപ്പെടുത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ലബീബ് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത ഫോട്ടോയാണ് ഊരുവിലക്കെന്ന രീതിയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നത്. മുസ്ലിം ലീഗ് BJP കൂട്ടുകെട്ട് പരാമർശിക്കുന്ന പോസ്റ്റ് ജില്ലാ ഖാസിയായ ഹൈദരലി തങ്ങളെ അപമാനിക്കുന്ന രീതിയിലാണെന്ന് കാണിച്ച ഗിദാമത്തുൽ ഇസ്ലാം സംഘം ആനപ്പാറ ജുമാ മസ്ജിദ് കമ്മിറ്റി ലബീബിന് അയച്ച കത്താണിത്. വീട്ടിൽ നടക്കുന്ന കല്യാണമോ മറ്റ് പ്രധാന പരിപാടികളിലോ പങ്കെടുക്കില്ലെന്നാണ് കത്തിൽ പറയുന്നത്. നമുക്ക് നാട്ടിൽ വർക്ക് ചെയ്യാൻ പരിമിതി ഉണ്ട്. എൻ്റെ ജോലി സംബന്ധമായി ഞാൻ കർണാടകയിലാണ്. അപ്പോൾ ഞങ്ങളെ കൊണ്ടാകുന്ന പാർട്ടി പ്രവർത്തനം ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെ നടത്തുന്ന വ്യക്തിയാണ് ഞാൻ. അത് ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ കോലീബി സഖ്യത്തിനെ തുറന്ന് കാണിക്കാൻ വേണ്ടി ഏതോ ഒന്നോ കമൻറ്റ് ഉണ്ടായപ്പോൾ അതിലിട്ട ഫോട്ടോയാണിത്. അത് ഞാൻ എഡിറ്റ് ചെയ്ത് മോർഫ് ചെയ്തുണ്ടാക്കിയ ഫോട്ടോ അല്ല, നെറ്റിലും ഫേസ്ബുക്കിലും പ്രചരിക്കുന്ന ഫോട്ടോയാണ്. ലബീബിന്റെ വീട്ടിൽ നടന്ന കല്യാണത്തിൽ ഇവർ പങ്കെടുത്തുമില്ല. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പള്ളിയിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടെങ്കിലും ലബീബിന്റെ കുടുംബം എത്തിയില്ലെന്നും ഇതേ തുടർന്നാണ് കത്തയച്ചതെന്നും മസ്ജിദ് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. മറ്റ് മഹലുകളിൽ നിന്നും ഞങ്ങൾക്ക് ഒരു അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിന് മറുപടി കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ വിളിച്ച്. നിങ്ങൾ വരാത്തത് കൊണ്ട് ഞങ്ങൾ ഇതിന് നിങ്ങളെ വീട്ടിൽ നടക്കുന്ന ഇപ്പോൾ വീട്ടിൽ കൂടൽ അതുപോലെ തന്നെ കല്യാണം എന്നുള്ളവർക്ക് ഞങ്ങളെ ഈ മഹല്ല് കമ്മിറ്റിയും ഈ പള്ളിയിലുള്ള സ്റ്റാഫുകളും നിങ്ങൾ പങ്കാളിത്തം ഉണ്ടാവില്ല എന്ന് ഞങ്ങളതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മസ്ജിദ് കമ്മിറ്റി തീരുമാനത്തിനെതിരെ നിയമ നടപടികൾക്കൊരുങ്ങുകയാണ് ലബീബിന്റെ കുടുംബം. ന്യൂസ് ബ്യൂറോ, വയനാട്. പുതിയ സർക്കാരിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുകയാണ് പത്തനംതിട്ട ജില്ലയിലെ ആരോഗ്യമേഖല. കഴിഞ്ഞ സർക്കാർ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതിരുന്ന പത്തനംതിട്ട ജില്ലയിൽ നിലവിൽ 50-ൽ പരം ഡോക്ടർമാരുടെ ഒഴിവുകളാണുള്ളത്. മഴക്കാലമായതോടെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ജില്ലയിലെ ആരോഗ്യമേഖല.
കഴിഞ്ഞ കുറെ കാലമായി കടുത്ത അവഗണനയിലായിരുന്നു പത്തനംതിട്ട ജില്ലയിലെ ആരോഗ്യമേഖല. കോഴഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലാ ആശുപത്രിയും ജില്ലയിലെ മറ്റ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുമെല്ലാം ഇതിൽപ്പെടുന്നു. മഴക്കാലമായതോടെ പനി മുതൽ മറ്റ് പല പകർച്ചവ്യാധികളും കൂടുതലായി റിപ്പോർട്ട് ചെയ്യാറുള്ള സ്ഥലമാണ് പത്തനംതിട്ട. ഇത്തവണയും അതിന് വലിയ മാറ്റമൊന്നും ഉണ്ടാകാനിടയില്ല. ജില്ലയിലെ ആശുപത്രികളാകട്ടെ മാലിന്യത്തിന് നടുവിലാണ് സ്ഥിതി ചെയ്യുന്നതും. നേരത്തെ ഭരണസാരഥ്യത്തിലിരുന്ന ആരും തന്നെ ജില്ലയിലെ ആരോഗ്യമേഖലയെ യാതൊരു വിധത്തിലും ശ്രദ്ധിച്ചിട്ടില്ല എന്നതുകൂടെയാണ് ഇതിന് പ്രധാന കാരണം. ഇപ്പോൾ തന്നെ മണിക്കൂറുകളോളം ക്യൂ നിന്നാണ് പലർക്കും ചികിത്സ ലഭിക്കുന്നത്. മാത്രവുമല്ല, പല രോഗങ്ങൾക്കും കൃത്യമായ ചികിത്സ നൽകാനുള്ള സൗകര്യങ്ങൾ ഈ ആശുപത്രികളിൽ ഇല്ലാത്തതിനാൽ പലരും ജില്ലയിലെ മറ്റ് സ്വകാര്യ ആശുപത്രികളെയാണ് ആശ്രയിക്കുന്നത്. കഴിഞ്ഞ കുറെ കാലമായിട്ട് കടുത്ത അവഗണന നേരിടുന്ന പത്തനംതിട്ട ജില്ലയിലെ ആരോഗ്യമേഖല പുതുതായി ചുമതലയേറ്റ സർക്കാരിലാണ് പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്നും വിജേഷ് നടുവിൽ. കേരളത്തിൽ മാതൃഭാഷ കാലഹരണപ്പെടുന്ന കാലം വിദൂരമല്ലെന്ന് ശ്രീകുമാരൻ തമ്പി. ഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ മറുനാടൻ മലയാളി അസോസിയേഷന്റെ ദേശീയ യുവജനോത്സവത്തിൽ സമാപന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലയാളികളുടെ സംസ്കാരത്തിൽ വന്ന മാറ്റങ്ങൾ ആശങ്കാജനകമാണെന്നും ഈ നില തുടർന്നാൽ മലയാളം സംസാരിക്കുവാൻ തന്നെ മലയാളികൾ മറന്നുപോകുമോ എന്നും ശ്രീകുമാരൻ തമ്പി ആശങ്കപ്പെട്ടു. നമ്മൾ കുട്ടികളെ നമ്മൾ മലയാളം പഠിപ്പിക്കുന്നില്ല. പല വീടുകളെയും എൻ്റെ സുഹൃത്തുക്കളുടെ വീടുകളിൽ ചെന്നാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കുക ഇംഗ്ലീഷിലാണ്. ഇംഗ്ലീഷ് സംസാരിച്ചില്ലെങ്കിൽ അവർ വലിയവരാവുകയില്ലെന്നാണ് അവരുടെ ധാരണ. കൊച്ചുകുട്ടികളും ഇംഗ്ലീഷിൽ സംസാരിക്കും, അവർ മലയാളം പഠിപ്പിക്കുകയില്ല. അപ്പോൾ എങ്ങനെയാണ് പിന്നെ മലയാള ഭാഷ നിലനിൽക്കുക? നമ്മൾ ശ്രേഷ്ഠ ഭാഷയാക്കാൻ വേണ്ടി ജീവിതശൈലിയിലെ മാറുന്ന അന്തരീക്ഷമാണ് നമ്മുടെ പൈതൃകവും ഭാഷയും മറക്കാൻ മലയാളിയെ പ്രേരിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മൾ അറിയുന്നില്ല നമ്മുടെ ഈ മാറ്റം, നമ്മളുടെ മണ്ണിൽ കാലിനടിയിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്ന നമ്മൾ അറിയുന്നില്ല. നമ്മൾ കണ്ണുപടച്ച് യാത്ര തുടരുക. കേരളം സാംസ്കാരിക മൂല്യച്യുതിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും പോയ വർഷം താൻ സംവിധാനം ചെയ്ത അമ്മയ്ക്കൊരു താരാട്ട് എന്ന ചിത്രത്തെ തിരസ്കരിക്കാനുണ്ടായ സാഹചര്യം ഉദാഹരണമാക്കി ശ്രീകുമാരൻ തമ്പി വിശദീകരിച്ചു. മലയാളത്തോട് യാതൊരു ആദരവുമില്ല, സ്വന്തം അമ്മയോടും അമ്മമാരോടും ഇല്ല. കാരണം അമ്മയ്ക്കൊരു താരാട്ടെന്ന പേര് ഞാനൊരു സിനിമ എടുത്തു കഴിഞ്ഞ വർഷം. അത് അമ്മ വാർദ്ധക്യത്തിൽ അമ്മയെ ഉപേക്ഷിക്കുന്ന മക്കളെ കുറിച്ചാണ് ആ സിനിമ. മക്കളാരും തിയേറ്ററിൽ വന്നില്ല, കാരണം എല്ലാ മക്കളും അമ്മയെ ഉപേക്ഷിക്കുന്നവരാണ്. അവർ മക്കളാരും തിയേറ്ററിൽ വന്നില്ല. അമ്മമാർ വന്നില്ല, കാരണം അമ്മമാർ വരണമെങ്കിൽ ഈ മക്കൾ കൊണ്ടുവരണം. അപ്പൊ ആരും വന്നില്ല തിയേറ്ററിൽ. ചടങ്ങിൽ കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ സൂര്യ കൃഷ്ണമൂർത്തിക്ക് ഫെയ്മ കലാ അർപ്പണ പുരസ്കാരം നൽകി ശ്രീകുമാരൻ തമ്പിയും MP പുരുഷോത്തമനും ആദരിച്ചു. മനുഷ്യാവകാശ പ്രവർത്തക ദയാബായ് വിശിഷ്ടാതിഥിയായിരുന്നു. ഗുജറാത്തിലെ വിവിധ സംഘടനാ ഭാരവാഹികൾ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കൈരളി TV ഒരുക്കുന്ന മെഗാ ഷോ ഉത്സവ് 2016 നാളെ വൈകിട്ട് 6 മണിക്ക് തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് ഓഡിറ്റോറിയത്തിൽ നടക്കും. ചലച്ചിത്ര മേഖലയിൽ നിന്ന് 75ഓളം പേർ പങ്കെടുക്കുന്ന മെഗാ ഷോ ജലവിഭവ വകുപ്പ് മന്ത്രി മാത്യു ടി തോമസ് ഉദ്ഘാടനം ചെയ്യും. തിരുവല്ലയിലേക്ക് കലയുടെയും സംഗീതത്തിന്റെയും ഉത്സവമൊരുക്കി കൈരളി TV വീണ്ടും എത്തുന്നു. കൈരളി TV ഒരുക്കുന്ന മെഗാ ഷോ ഉത്സവ് 2016 ഇത്തവണ തിരുവല്ലയാണ് വേദിയാകുന്നത്. പ്രശസ്ത ഗായകരായ ഉണ്ണിമേനോൻ, റിമി ടോമി, ഡെൽഫി നൈനാൻ എന്നിവരുടെ സംഗീത വിരുന്നും ചലച്ചിത്ര താരങ്ങളും നർത്തകരുമായ ഷംന കാസിം, സരയു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമൊരുക്കുന്ന നൃത്തവിരുന്നും ഹരിശ്രീ അശോകൻ, രമേശ് പിഷാരടി എന്നിവരുടെ നേതൃത്വത്തിൽ ഹാസ്യവിരുന്നും അരങ്ങേറുന്ന 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മെഗാ ഷോയിൽ 75ലധികം കലാകാരന്മാർ അണിനിരക്കും. തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിന് എതിർവശമുള്ള ബിലീവേഴ്സ് ചർച്ച് ഓഡിറ്റോറിയത്തിലാണ് ഇത്തവണ 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മെഗാ ഷോ അരങ്ങേറുന്നത്. ജലവിഭവ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് മെഗാ ഷോ ഉദ്ഘാടനം ചെയ്യും. MLA-മാരായ രാജു എബ്രഹാം, വീണ ജോർജ്, ബിലീവേഴ്സ് ചർച്ച് പരമാധ്യക്ഷൻ ഡോക്ടർ KP യോഹന്നാൻ മെത്രാപ്പൊലിത്ത, കൈരളി TV MD ജോൺ ബിട്ടാസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കോഴിക്കോട് നഗരത്തിൽ വൻ കഞ്ചാവ് വേട്ട. 12 കിലോ കഞ്ചാവുമായി 4 പേരെ പോലീസ് പിടികൂടി. പിടിയിലായവരിൽ 3 പേർ കോഴിക്കോട് സ്വദേശികളും ഒരാൾ തമിഴ്നാട് സ്വദേശിയുമാണ്. വേനലവധി കഴിഞ്ഞ് തുറക്കുന്ന സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്താൻ തമിഴ്നാട്ടിൽ നിന്നും കഞ്ചാവ് എത്തിക്കുന്നുവെന്ന രഹസ്യ വിവരാടിസ്ഥാനത്തിലാണ് 4 പേരെ പോലീസ് പിടികൂടിയത്. 2 ബൈക്കുകളിലായി കഞ്ചാവുമായി കോഴിക്കോട് നഗരത്തിലേക്ക് വരുമ്പോൾ കല്ലായി പാലത്തിന് സമീപം വെച്ചാണ് പ്രതികളെ പിടികൂടിയത്. പിടിച്ചതിൽ ഒരാൾ തമിഴ്നാട് സ്വദേശിയും 3 പേർ കല്ലായി സ്വദേശികളുമാണ്. 12 കിലോ കഞ്ചാവ് ഇവരിൽ നിന്നും പിടികൂടിയതായി സിറ്റി പോലീസ് കമ്മീഷണർ ഉമാ ബെഹ്റ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പശ്ചിമബംഗാൾ പോലീസ് പിന്നെ സിറ്റി ക്രൈം സ്ക്വാഡ് 12 kg ഗാഞ്ച സീസ് ചെയ്തിട്ടുണ്ട്. അതിൽ 4 പേർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 3 പേർ കോഴിക്കോടിലെ ആളാണ്,
Abdul Latif, Mohammad Salu and Adam TP. ടൗൺ CI കെ ബോസിന്റെ നേതൃത്വത്തിൽ ചെമ്മങ്ങാട് CI PM വിനോദും സിറ്റി ക്രൈം സ്ക്വാഡും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.